അതെ. മലപ്പുറം മഞ്ചേരി പുൽപ്പറ്റയിലെ സ്വർണ്ണ മരണത്തിൽ ദുരൂഹത. ഒരു വർഷം മുമ്പാണ് വളമംഗലം സ്വദേശി മുഹമ്മദ് അനീസ് വാഹനാപകടത്തിൽ മരിച്ചത്. അനീസിന്റെ മരണം കൊലപാതകമാണ് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. മരണശേഷം അനീസിന്റെ ഉടമസ്ഥതയിലുള്ള സ്വർണവും മറ്റ് സ്വത്തുക്കളും മറ്റു ചിലർ ചേർന്ന് തട്ടിയെടുത്തതായി കുടുംബം ആരോപിക്കുന്നുണ്ട്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. 2022 ഒക്ടോബർ 28-നാണ് വളമംഗലം സ്വദേശിയായ വലിയ പീടിയക്കൽ മുഹമ്മദ് അനീസ് എന്ന 33-കാരൻ വാഹനാപകടത്തിൽ മരിച്ചത്. മോങ്ങറം അരിമ്പ്ര റോഡിൽ രാത്രി 9:30-ഓടെയായിരുന്നു അപകടം. അനീസ് ഓടിച്ചിരുന്ന ഇരുചക്രവാഹനം പോസ്റ്റിൽ ഇടിച്ചുമറിഞ്ഞ് അപകടമുണ്ടായി എന്നായിരുന്നു വിവരം. എന്നാൽ അപകടത്തിന് ദൃക്സാക്ഷികൾ ആരും ഉണ്ടായിരുന്നില്ല. പരിക്കേറ്റ അനീസ് ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേ മരിക്കുകയും ചെയ്തു. എന്നാൽ അനീസിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സാഹചര്യ തെളിവുകളും പിന്നെ അതുപോലെ അവൻ്റെ മൊബൈൽ ചെക്ക് ചെയ്തപ്പോൾ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും നമുക്ക് ഒക്കെ നമ്മൾ വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് മനസ്സിലാവുന്നത് ഇത് ബിസിനസ് കൈയടക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാൻഡ് മർഡർ ആണ്. അങ്ങനെ തന്നെ ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് നമ്മളത് വളരെ ഒരു എവിഡൻസ് നമുക്ക് മാക്സിമം നമ്മുടെ അടുത്തുള്ള എവിഡൻസും അവൻ കഴിഞ്ഞ 10 വർഷമായിട്ട് അവൻ്റെ വീട്ടിലുള്ള ഒരുപാട് റെക്കോർഡ്സ് ഉണ്ട്. കടകളിൽ നിന്നും സ്വർണം ശേഖരിച്ച് ആഭരണങ്ങൾ നിർമ്മിച്ച് അവർക്ക് തന്നെ വിൽപ്പന നടത്തിയിരുന്ന അനീസ് സ്വർണ്ണ വ്യാപാര രംഗത്ത് ബായ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. 2010-ൽ ബായ് ഗോൾഡ് എന്ന പേരിൽ സ്വന്തമായി ബിസിനസ് ആരംഭിക്കുകയും ചെയ്തു. ബായ് ഗോൾഡ് വലിയ സാമ്പത്തിക വിജയമായിരുന്നു. എന്നാൽ അനീസിന്റെ മരണത്തോടെ ഈ സ്ഥാപനവും സ്വർണവും അടക്കം ഒപ്പമുണ്ടായിരുന്ന ചിലർ തട്ടിയെടുത്തുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. എൻ്റെ അനിയനാണ് ഈ ബിഗ് ഗോൾഡ് ബിസിനസ് ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഈ പാർട്ണർ എന്ന് പറയുന്നത് ഒരു കോളേജ് ഡ്രൈവർ ആയിരുന്നു. അവരെൻ്റെ കൂടെ ബിസിനസ്സിലോട്ട് വന്ന ആളാണ്. പക്ഷേ മരിക്കുന്ന സമയത്ത് ഈ കോളേജ് ഡ്രൈവർ അതിൻ്റെ ഓണറും എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത എൻ്റെ അനിയൻ അവിടുത്തെ ജോലിക്കാരനുമാണ്. 1.5 വർഷം മുമ്പ് അനീസിന് നേരെ ഒരു കൊലപാതക ശ്രമമുണ്ടായി. അന്ന് നിരവധി വെട്ടുകളേറ്റ അനീസിന് ഗുരുതര പരിക്കുകൾ ഏൽക്കുകയും ചെയ്തു. ആ സമയത്ത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. പിറ്റേ ദിവസമാണ് ഞങ്ങൾ അത് അറിഞ്ഞത്. ആ അപകടത്തിൽ തലയ്ക്ക് നല്ല രീതിയിൽ വെട്ടുകൊണ്ടിട്ടുണ്ട്. ഒരു കൈയിന് വെട്ടുകൊണ്ടിട്ട് അതിൽ കൈ വിറയൽ പോലെ വന്നിട്ടുണ്ട്. അനീസിന്റെ മരണത്തിന്റെയും സാമ്പത്തിക ഇടപാടുകളുടെയും ദുരൂഹത അകറ്റണമെന്നാവശ്യപ്പെട്ട് കുടുംബം മലപ്പുറം SP-ക്ക് പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ കൊണ്ടോട്ടി DYSP-യുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുവൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം. അഷ്കർ അലി അല്ലേ? അതെ, അഷ്കർ അലി അതിൻ്റെ വിശദാംശങ്ങൾ നൽകാൻ നിൽക്കുന്നുണ്ട്. അഷ്കറെ വലിയ പ്രാധാന്യമുള്ളൊരു വാർത്തയായിട്ട് ഇത് മാറിയിട്ടുണ്ടാകുമല്ലോ സ്വാഭാവികമായിട്ടും. എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? നികേഷ്, സംഭവത്തിൽ ഇപ്പോൾ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കൊണ്ടോട്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ ഈ കുടുംബത്തിനെ വിളിച്ചു വരുത്തി പോലീസ് മൊഴിയെടുക്കുകയും വിശദാംശങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ ദുരൂഹത സംശയിക്കുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പ്രാഥമിക ഘട്ടത്തിൽ പറയുന്നത്. കാരണം ഈ അപകടമുണ്ടായ ഒരു സാഹചര്യം, സമയവും, അതുപോലെ തന്നെ ഈ അനീസിന്റെ മരണശേഷം ഈ സ്വർണ്ണമടക്കം ഇല്ലെങ്കിൽ അനീസ് നടത്തിയിരുന്ന സ്ഥാപനമടക്കം മറ്റൊരാൾ കൈവശപ്പെടുത്തുക, അതിന് 1 വർഷം മുമ്പ് ഈ അനീസ് മരിക്കുന്നതിന്റെ 1.5 വർഷം മുമ്പ് 2021-ൽ ഒരു കൊലപാതക ശ്രമം മുമ്പുണ്ടാകുന്നു. അതിലും അനീസിന്റെ നാട്ടുകാർ തന്നെയാണ് പ്രതികളായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഈ സ്വർണ്ണ വ്യാപാര രംഗത്ത് കഴിഞ്ഞ കുറെ കാലങ്ങളായി മലപ്പുറം ജില്ലയിൽ സമാനമായ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. സ്വർണ്ണ വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം, തട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. സമാനമാരിൽ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു കേസായിട്ടാണ് പോലീസ് ഇപ്പോൾ ഈ വിഷയത്തെ കാണുന്നത്. അതുകൊണ്ട് വലിയ തോതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ അനീസിന്റെ മലപ്പുറം ജില്ലയിലെ തന്നെ വ്യത്യസ്ത സ്വർണ്ണ വ്യാപാര സ്ഥാപനങ്ങൾക്ക് സ്വർണം വിതരണം ചെയ്തിരുന്നതും അനീസ് തന്നെയായിരുന്നു. അതുകൊണ്ട് ഇവരൊക്കെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണവും ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രധാനമായും ഒരു പെൻഡ്രൈവിൽ കുടുംബം നിരവധി തെളിവുകൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. അനീസ് ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന 2 മൊബൈൽ ഫോണുകൾ, അതിൽ ഒരു മൊബൈൽ ഫോൺ ഈ അനീസിന് കൂടെ ഉണ്ടായിരുന്ന ഒരാൾ വാങ്ങിക്കൊണ്ടുപോവുകയും അതിൽ ഒരുപാട് വിവരങ്ങൾ ഡിലീറ്റ് ചെയ്ത് വീണ്ടും ഈ കുടുംബത്തെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതടക്കമുള്ള മൊബൈൽ ഫോണുകളും ഈ അനീസിന്റെ മുമ്പ് അനീസ് രേഖപ്പെടുത്തി വെച്ചിരുന്ന സാമ്പത്തിക ഇടപാടുകൾ, അതാ ഒരു മാസം 16 കിലോഗ്രാം സ്വർണത്തിന്റെ ഇടപാടുകൾ അനീസ് മുഖാന്തരം നടന്നിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്.
അഥവാ മാസം ലക്ഷക്കണക്കിന് രൂപ അനീസിന് തന്നെ സ്വന്തമായി വരുമാനമുണ്ടായിരുന്നു. അത്യാഡംബര ബൈക്കുകൾ 10, 15, 20 ലക്ഷം രൂപയൊക്കെ വരുന്ന ഇരുചക്ര വാഹനങ്ങളായിരുന്നു അനീസ് ഉപയോഗിച്ചിരുന്നത്. അതിന് മാത്രം വലിയ സാമ്പത്തിക വരുമാനം ഈ ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് അനീസിന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായി പിന്നീട് അനീസിന്റെ മരണത്തോടുകൂടി ഈ പണവും സ്വർണവും സാമ്പത്തിക ഇടപാടുകളും എല്ലാം തന്നെ മറ്റൊരാളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെടുന്നതായും മറ്റൊരാളുടെ പേര് ഉടമസ്ഥപ്പെടുത്തിയതായും ഈ കുടുംബം കാണുന്നു. ആദ്യഘട്ടത്തിൽ ഈ തട്ടിയെടുത്ത ആളുകൾ തന്നെ അനീസിന്റെ കുടുംബത്തെ സംരക്ഷിക്കാമെന്ന് വാഗ്ദാനം നൽകി രംഗത്തെത്തുകയും ചെയ്തു. പിന്നീട് അവർ ഈ കുടുംബത്തെ കൈയൊഴിയുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഈ കുടുംബത്തിന് ഇത്തരത്തിൽ ദുരൂഹത തോന്നാൻ കാരണമാവുകയും ചെയ്തത്. ശരി, അഷ്കർ അലിയാണ് വിവരങ്ങൾ നൽകിയത്.